BP അങ്ങാടി ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ വിവാദം. MLAയും PTA പ്രസിഡന്റും ചെയ്തത് എന്താണെന്ന് വ്യക്തമാക്കി വാർഡ് മെമ്പർ ചിത്ര. സ്കൂളിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് നിരന്തരമായി പഞ്ചായത്തിനോട് പറഞ്ഞിട്ടും നടപടിയെടുത്തില്ല എന്നും വാർഡ് മെമ്പർ കൂട്ടിച്ചേർത്തു. ഞാൻ 18 വാർഡ് മെമ്പറാണ്. ഈ ഗേൾസ് സ്കൂളിൽ ഇപ്പോൾ ഈ വിഷയം ഉണ്ടായ വാർഡിലെ മെമ്പറാണ്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ കാലങ്ങളായിട്ടുള്ള അവസ്ഥയാണ്. വളരെ പഴക്കം ചെന്ന സ്കൂളാണ് നമ്മളുടെ ഗേൾസ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പുതിയ ഫണ്ടുകൾ ഇതുവരെ വരുന്നില്ല. പിന്നെ കൂടാതെ നമ്മൾ ഒരു സ്വകാര്യ വ്യക്തി ഒരു 50 ലക്ഷം രൂപ MLAയുടെയും PTA പ്രസിഡന്റിൻ്റെയും ശക്തമായ ഇടപെടലിനെ തുടർന്നിട്ട് 2 റൂമുകൾ ഉണ്ടാക്കാനുള്ള ക്യാഷ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വലിയൊരു സഹായമാണ് അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ പല അവ്യക്തമായ കാര്യങ്ങളുമാണ് ജനങ്ങൾ പറഞ്ഞു പരത്തുന്നത്. അതൊന്നല്ല സത്യം, നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണിത്. അതെ, ആ സ്വകാര്യ വ്യക്തിയുടെ അടുത്ത് നിന്നുള്ളത് പിന്നെ നമ്മുടെ MLAയുടെയും PTA പ്രസിഡന്റിന്റെയും കൂടെ ഒരു ശക്തമായ ഇടപെടലിലൂടെയാണ് ആ ഫണ്ട്. താൻ ആ വാർഡിലെ മെമ്പറാണെന്നും നിരന്തരമായി സ്കൂളിന്റെ ശോചനീയാവസ്ഥ പഞ്ചായത്ത് പ്രസിഡന്റിനെ അടക്കം അറിയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും 18 വാർഡ് മെമ്പർ ചിത്ര പറയുന്നു. കാലങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് സ്കൂൾ ഒരു തരത്തിൽ ശരിയായി വരുന്നതെന്നും അതിന് ഇപ്പോഴത്തെ PTA പ്രസിഡന്റിന് വ്യക്തമായ പങ്കുണ്ട് എന്നും സ്കൂളിലെ ശോചനീയാവസ്ഥ മനസ്സിലാക്കി അതിനെ ശരിയാക്കിയെടുക്കുവാൻ PTA പ്രസിഡന്റിനെ കൊണ്ട് കഴിയുന്നതെല്ലാം അദ്ദേഹം ചെയ്യുന്നുണ്ട് എന്നും ചിത്ര പറയുന്നു. നമ്മൾ പഞ്ചായത്തിനെ എല്ലാം ഇങ്ങനെ അറിയിക്കാറുണ്ട്. കാരണം കാലങ്ങളായിട്ട് അവിടെ തെരുവ് നായ്ക്കളുടെ ശല്യം, അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മളിവിടെ പഞ്ചായത്തിൽ ഇങ്ങനെ അറിയിക്കാറുണ്ട്. പാറപ്പുറത്ത് ബാവഹാജി എന്ന സ്വകാര്യ വ്യക്തിയിൽ നിന്ന് സ്കൂളിന് ക്ലാസ് റൂം അനുവദിക്കുവാൻ 50 ലക്ഷം രൂപ ലഭ്യമാക്കുന്നതിൽ സ്ഥലം MLA കുറുക്കോളി മൊയ്തീനും PTA പ്രസിഡന്റ് MP മുഹമ്മദ് കോയയും വഹിച്ച പങ്ക് വലുതാണെന്നും ചിത്ര പറഞ്ഞു. തലക്കാട് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് മുന്തസിർ ബാബുവിനും മറ്റു പ്രതിപക്ഷ അംഗങ്ങൾക്കുമൊപ്പം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. ന്യൂസ് 99 തിരൂർ. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.